ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഓൺ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫാനിൻ്റെ സൗണ്ടും അപ്പുറത്ത് അവൻ കാർട്ടൂൺ കാണുന്നതിൻ്റെ സൗണ്ടൊക്കെ കാരണം ഞാനത് പിന്നെ വോയിസ് ഓവറിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ലോങ് വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്ന ബാക്ക് ടു സ്കൂളിലേക്ക് നമ്മൾ കുറച്ച് ജോക്കുട്ടൻ ചേട്ടായിയുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ പുതിയ സ്കൂളിലേക്കുള്ള. അപ്പോൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനുണ്ട്, കാരണം ജോക്കുട്ടൻ ചേട്ടായിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഡാവിക്കുട്ടനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതേ അവിടെ ഇരുന്ന് എൻ്റെ കൂടെ കളിക്കുകയാണ്. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, കാരണം 2 കുട്ടന്മാരും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗാണ് കേട്ടോ. ഇത് നമ്മൾ മിസ്റ്റർ ഡൈന്ന് നമ്മുടെ തോപ്പുംപടിയിൽ നിന്ന് പാലത്തിൻ്റെ ഇറക്കത്തിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കടയിൽ. ഇതിന് നമുക്ക് MRP വന്നത് ഒരു 900 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ബാഗ് വന്നത്. നല്ല വേർത്തായിരുന്നു. ജോക്കുട്ടൻ ചേട്ടാ ഡാവിക്കുട്ടൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് പിച്ചി പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ട് അവനവിടെ അടക്കി ഇരുത്താൻ നോക്കുന്നതാണ് കേട്ടോ. നടപടി ആവത്തില്ല കേട്ടോ. എന്നിട്ട് ഞാൻ 2 പേരെ ഇരുത്തിയിട്ട് കാണിക്കാൻ, ജോക്കുട്ടൻ്റെ സാധനങ്ങൾ ഓരോന്ന് കാണിക്കുമ്പോൾ ജോക്കുട്ടൻ ചേട്ടായും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ നമുക്ക് ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അവനോട് ഇരിക്കിടാന്നൊക്കെ പറഞ്ഞു ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ ബാഗിൽ തന്നെ വാങ്ങിച്ചപ്പോൾ തന്നെ അവൻ്റെ തിങ്സ് എല്ലാം കൂടി അവൻ്റെ ടേബിളിലെടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ ടെക്സ്റ്റ് ബുക്കും നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോൾ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലിസ്റ്റ് ഓൺ ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു ബുക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് മാറുന്നത്. അപ്പോൾ അവിടുന്നേക്ക് ഒരു ക്രയോൺസും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്ര സെറ്റ് ബുക്ക് നമുക്കറിയാമല്ലോ ആ ബുക്ക്. അപ്പോൾ ഞാൻ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്സാണ് കേട്ടോ വാങ്ങിച്ചത്. ഒത്തിരി കടകളിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ, പള്ളുരുത്തിയിലുള്ള കടകളിലൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്ര എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇത്ര ബുക്ക് ഫ്രീയും കാര്യം. നമ്മൾ അങ്ങനെ നോക്കാൻ നിന്നില്ല, കാരണം ഞാൻ ക്ലാസ്മേറ്റ്സിൻ്റെയാണ് ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അവൻ ആവശ്യമുള്ള ബുക്സ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയുടെ ബാഗ്. നമ്മൾ കഴിഞ്ഞ ഷോർട്സിലിട്ടത് കണ്ടിട്ടുണ്ടാവും. 5-6 കടയിൽ കയറി, നമ്മുടെ തോപ്പുംപടിയിൽ മാർസണിലും മമ്മാസിലും ഇപ്പുറമുള്ള കടകളിലും കിങ്സ് ഷൂസിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ എല്ലാത്തിനും ഒരു 1000 രൂപ ബഡ്ജറ്റാണ് വരുന്നത് കേട്ടോ. 1000-1200 രൂപ ബഡ്ജറ്റിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ക്വാളിറ്റിയും വേണമായിരുന്നു, അത്യാവശ്യം റേറ്റും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് അടുത്ത വർഷത്തേക്ക് എന്തായാലും അവൻ ഉപയോഗിക്കില്ല. അപ്പോൾ അതെ ഞാൻ 2-3 ഉറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്കൊരു ഓഫറിൽ മിസ്റ്റർ ഡൈന്ന് കിട്ടിയത് 900 രൂപയുടെ ബാഗ് നമുക്കൊരു 700-നാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് ബാഗ് അവിടെ ഇരിക്കട്ടെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ യൂണിഫോമാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു, എന്തൊക്കെ സാധനങ്ങൾ ലിസ്റ്റ് ഓൺ ചെയ്തു എന്നുള്ളത് നമ്മൾ എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ ബുക്കാണ് കേട്ടോ. ഞാൻ ക്ലാസ്സിൽ പോകുന്ന കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ക്ലാസ്സിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ ബുക്സ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ആളെടുത്ത് അമ്മ ഇതാന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കാവുമ്പോൾ ഞാൻ 2നെയും ഓട്ടിക്കും കേട്ടോ. 2നെയും അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഞാൻ ഓണായിട്ടിരുന്ന് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായി അപ്പുറത്തേക്ക് മാറ്റിയെന്ന് പറയുകയാണ് നിങ്ങളോട്. പിന്നെ ബുക്സും കാര്യങ്ങളും കാണിച്ചു, ബാഗ് കാണിച്ചു. അപ്പോൾ അത് പൊതിയാനുള്ള കവറിങ്, ഞാനിപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ കീറി പോകാനിരിക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കി കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ ഇതിൽ വരാത്തത് കൊണ്ട് നമ്മൾ എടുത്തില്ല. ഡാഡി പറഞ്ഞു അത് വേസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മൾ ഇത് വെച്ച് പൊതിയാം. പിന്നെ ക്രയോൺസും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ വാങ്ങിച്ചു, ഒരു 5-6 എണ്ണം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് വീട്ടിലേക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഷൂ ആണ് കേട്ടോ, സ്കൂൾ ഷൂ ആണ് അവനെടുത്തത്. അപ്പോൾ അവനൊരു 1-2 സൈസിലാണ് കേട്ടോ എടുത്തത്. നമ്മൾ 2 എണ്ണം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പിലുള്ള ഷൂ ആണ് കേട്ടോ. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും കൊണ്ട്. ഇത് നമ്മൾ കിങ് ഷൂ എന്നാണ് കേട്ടോ എടുത്തത്. അവിടെയായിരുന്നു അത്യാവശ്യം ഷൂസിനും കാര്യങ്ങളൊക്കെ ഒരു 500 ആയിരുന്നു ഷൂവിൻ്റെ റേഞ്ച്. അപ്പോൾ അതങ്ങനെ ഞാൻ എടുത്ത് വെച്ച് കാണിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി നമ്മൾ പിറക്കി എടുത്തുകൊണ്ട് വരുമല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതും ഞാൻ നിങ്ങളുടെ ഈ കൂട്ടത്തിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് മിസ്റ്റർ ഡൈന്ന് തന്നെയായിരുന്നു. നമ്മൾ തോപ്പുംപടിയിൽ അത്യാവശ്യം കയറി ഇറങ്ങി അതിലൊക്കെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. ഷോപ്പിങ്ങിൽ ചെയ്തതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെന്നാണെങ്കിൽ പോയി കാണുക. അവസാനം നമ്മൾ മിസ്റ്റർ ഡൈന്ന് തന്നെ എടുത്തു കേട്ടോ. നല്ല വേർത്തായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 680 ആണ് കേട്ടോ. ആ ഒരു റേഞ്ചാണ് വരുന്നത്. പക്ഷേ സ്റ്റീലാണ് കേട്ടോ മുഴുവനകത്ത്.
അപ്പോൾ ഈ കുപ്പിക്ക് നമുക്ക് ഓഫറിന് ഒരു 520ക്ക് 29 എന്തോ കിട്ടി കേട്ടോ. അതിൻ്റെ അകത്ത് സ്റ്റീലാണ്, നല്ല വർത്താണ് കേട്ടോ. ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുന്ന ടൈപ്പാണ്. അപ്പം നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഇത്തിരി റേറ്റ് ആയി കേട്ടോ. നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു റേഞ്ചിൽ നോക്കിയിട്ട് ഇരുത്തു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിക്ക് ചെയ്തായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ എടുത്തായിരുന്നു ആ സാധനം. അങ്ങനെ അത് മിസ്റ്റർ ഡൈന്ന് തന്നെയാണ് എടുത്തത്. ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും എല്ലാം ഞാൻ മിസ്റ്റർ ഡൈന്നായിരുന്നു കേട്ടോ എടുത്തത്. ഇത് അല്ലാതെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡ് കൂടുന്നുണ്ട്, ഭയങ്കര അച്ഛനെ പറയുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ നല്ല രീതിയിൽ വോയിസ് ഓവർ ചെയ്തതായിരുന്നു കേട്ടോ. ഓൺ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഫാൻ ചതിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ട്യൂഷൻ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് അവന് 4 ലൈൻ ബുക്കും പിന്നെ എൻ്റെ ബുക്കും ഒക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മൾ സെപ്പറേറ്റ്ലി ഇന്നലെ പോയി എടുത്തപ്പോൾ അങ്ങനെ എടുത്താണ്. അപ്പോൾ ആ ബുക്സ് ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഇവൻ്റെ പേരൊട്ടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ട് നെയ് സ്ലിപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ നമുക്ക് ടൈം ഉണ്ടായില്ല. പിന്നെ ഇതിന് പോകാനുള്ളൊരവസരം. അപ്പം അയാൾക്ക് കാറും ജീപ്പൊക്കെ ഇഷ്ടമാണ്. നമ്മൾ കാറും പിന്നെ ബൈക്കും എന്തോ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഞാൻ. ഇത് സ്കൂളിൽ ഒട്ടിക്കാൻ പറ്റുമോ ഇല്ലയോ, അവർ സമ്മതിക്കോ ഇല്ലയോ നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ ബുക്ക് കവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇതിന് ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒട്ടിക്കും എന്തായാലും, വാങ്ങിച്ചല്ലേന്ന് ഓർത്തിട്ട്. ഇത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായുടെ വെനസ്ഡേയുടെ യൂണിഫോമാണ്. അതൊരു സെറ്റാണ് കേട്ടോ. ഒരു പാൻറ്റും ഒരു ടീഷർട്ടും കൂടി. ഇതും ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ ഡൊമിനിക്കിൽ പള്ളുരുത്തിയിലാണ് കേട്ടോ ആക്കിയത്. ഇത് ഞാൻ ഷോർട്സിൽ പറയുന്നുണ്ട്. ഒരു കടയിൽ കയറിയിട്ട് ടിഫിൻ ബോക്സിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ അത്രയും നോക്കിയിട്ട് എന്തും എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് അതുമാത്രം കൊണ്ടിട്ടല്ല കേട്ടോ. ചേട്ടായിക്ക് ഈ ഒരു ബോക്സ് ഇഷ്ടപ്പെട്ടു, അമ്മ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ 2 സൈഡ് ഓപ്പൺ ആവും. പിന്നെ ഇങ്ങനെ എന്തോ ഞെക്കുമ്പോൾ കട്ടറോ അങ്ങനെ മറ്റേ ഷാർപ്പറില്ലേ അതൊക്കെ ഓൺ ആവും കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് എനിക്കിപ്പോഴും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതവിടെ വെച്ചു. അതൊരു 180 അങ്ങനെ എന്തോ ആയിരുന്നു. നമുക്കൊരു 170ക്ക് കിട്ടി കേട്ടോ. അത്രയും റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള അവിടുന്ന് തന്നെ കിങ് ഷൂന്ന് ഇറങ്ങിയിട്ട് നമ്മൾ 5-6 കടയിൽ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സൊക്കെ നോക്കി. പക്ഷേ വേർത്തായിട്ട് തോന്നിയില്ല കേട്ടോ. ക്വാളിറ്റി ഉണ്ടായില്ല, എന്നാൽ നല്ല റേഞ്ചും ആയിരുന്നു. പിന്നെ നമ്മൾ മമ്മാസി കയറി അവന് കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. മഴയല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇന്നേഴ്സിൻ്റെ എണ്ണമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം മഴയത്തിപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങത്തില്ലെന്ന് ഓർത്തിട്ട് നമ്മൾ അവനൊരു ഇന്നേഴ്സും കാര്യങ്ങളും. അപ്പോൾ അയാൾ അവിടെ തുണിക്കടയിൽ നിന്നിട്ട് പറഞ്ഞു, അമ്മേ സൺഡേക്കും കൂടി ഒരു ഇന്നർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ 3 ടിഫിൻ ടവൽ, ഓൾറെഡി അവന് ടിഫിൻ ടവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കഴിഞ്ഞ സ്കൂളിൽ കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഒരു 3 ടിഫിൻ ടവലും കാര്യങ്ങളും. ഇതൊരു 20 റുപ്പീസാണ് കേട്ടോ ടിഫിൻ ടവലിന്. പാൻറ്റീസിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറയുന്ന ഒരു 57 ആ ഒരു റേഞ്ചിലൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മളൊരു 5-6 ഒക്കെ എടുത്തു. 57 വരുന്നത് നമ്മുടെ ഇന്നർ ബനിയാനാണ് കേട്ടോ. 65 അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത്. നമ്മൾ മമ്മാസിന്നാണ്. അപ്പോൾ ആ ഒരു ഇന്നർ ബനിയൻ്റെ സെറ്റിൽ 2 എണ്ണം ഉണ്ട്. അങ്ങനെ 4 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമിൽ ഇടാനുള്ള നല്ല രീതിയിൽ എടുത്ത് വെച്ചേക്കുന്നതാണേ. ഇതൊക്കെ ഇനി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഓർഡറിലാക്കി വെക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ സാധനങ്ങളെല്ലാം ഇങ്ങനെ ബെഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുമിച്ചാണേ നിങ്ങൾ ആ പൊട്ടിച്ച് അവിടെ വെച്ച് തന്നെ കാണിക്കുകയാണ്. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവന് വാങ്ങിച്ചത് അവൻ നരൂട്ടയുടെ, അതായത് ഈ ബാഗില്ലേ ലഞ്ച് ബോക്സ് ടിഫിൻ ബാഗിൻ്റെ ആ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. കാരണം വെള്ളവും കുപ്പിയൊക്കെ ബാഗിലൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതാവും. അപ്പോൾ അവൻ്റെ സൈഡിൽ കുപ്പി വയ്ക്കാനും പിന്നെ ഫ്രണ്ടിലായിട്ടൊരു ഉറയുണ്ട്. അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാണ് കേട്ടോ നരൂട്ട. ഇതൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. സ്കൂളിൽ അലൗഡ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ആണേ. പക്ഷെ നല്ല ക്വാളിറ്റി ആയിരുന്നേ. ഇതൊരു റേറ്റ് വന്നത് അതിനകത്ത് എഴുതിച്ച MRP ഒരു 300 ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഓഫറിന് ഒരു 120ക്ക് അങ്ങനെ എന്തൊക്കെ കിട്ടി. ഇത് മിസ്റ്റർ ഡൈ എന്നാണ് കേട്ടോ. ഇത് ലഞ്ച് ബോക്സ് ആണ്. പക്ഷെ ഞാൻ ടിഫിൻ ബോക്സ് ആക്കി എടുത്തു അവന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സോസേജൊക്കെ കൊടുക്കുക എന്നാണ്, എന്തെങ്കിലും ഡിപ്പ് ചെയ്യാനൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ബോളിനകത്ത് കൊടുക്കാമല്ലോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കായിരുന്നു. മിസ്റ്റർ ഡൈയിൽ റേറ്റ് ആണെന്നാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനങ്ങൾക്ക്. അതേപോലെ തന്നെ
റേഞ്ചും ഉണ്ട്. പക്ഷെ നമുക്ക് ഓഫറിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ സ്കൂളിംഗ് ഓഫർ, ബാക്ക് ടു സ്കൂളിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. അതേപോലെ ഇതാണ് കേട്ടോ നമ്മൾ തോപ്പുംപടിയിൽ നിന്ന് എനിക്ക് അക്കിടി പറ്റിയെന്ന് വേണം പറയാൻ. പക്ഷേ മിസ്റ്റർ ഡൈയിൽ ഈ ഒരു സാധനം നമുക്കൊരു 400-നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ടിഫിൻ ബോക്സ്, അകത്ത് സ്റ്റീൽ വരും, പുറത്തിങ്ങനെ നല്ല രസമുള്ള കാർട്ടൂൺ, നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഇത് നമ്മൾ തോപ്പുംപടിയിൽ നിന്നുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതൊരു 500, 20, 50 ആ റേഞ്ചായി കേട്ടോ. പക്ഷേ ഇതേ മോഡൽ തന്നെയായിരുന്നു പുറത്ത്, പക്ഷെ നല്ല ഭംഗിയുള്ള കാർട്ടൂണും ഈ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ തോപ്പുംപടിയിൽ നേരത്തെ ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ ഒരു 900 ആ റേഞ്ചിലാണ് വന്നത്. പക്ഷെ ഞാനത് എടുത്തില്ല കേട്ടോ. അത്രയും റേഞ്ചിൽ വേണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ ഡാഡി അടുത്ത് പറയായിരുന്നു, ടിഫിൻ ബോക്സിനൊക്കെ എന്താ വില അല്ലേ ഡാവി, ടിഫിൻ ബോക്സിൽ 5 ബോക്സിനൊക്കെ എന്താ വില. അപ്പോൾ സ്റ്റീലിൻ്റെനൊക്കെ വില കുറവുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഭയങ്കര രസം. ഇപ്പോഴും എൻ്റെ ഒരു ഇത് ഇങ്ങനെ നോക്കി എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഓടി നടന്ന് നോക്കുമായിരുന്നേ. അപ്പം ഞാൻ നിങ്ങളെ വെച്ച് കാണിക്കുകയാണ് കേട്ടോ. ഈ ബാഗിൽ എന്തൊക്കെ ഇപ്പം ഫസ്റ്റ് ഞാൻ ലഞ്ച് ബോക്സ് വെച്ചു, പിന്നെ ടിഫിൻ ബോക്സ് വെച്ചു, ആ ബോട്ടിലും കൂടി വെച്ചിട്ട് ഞാൻ അടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഇതിൽ നമുക്ക് ആ ബാഗിന് വരുന്നത് ഒരു 350 ആ റേഞ്ചിലാണ്. ഇത് പള്ളുരുത്തിയിൽ കച്ചേരിപ്പട ആ ഒരു ഭാഗമായിട്ട് ബാക്ക് ടു സ്കൂളിൽ മാത്രമായിട്ട് ഇപ്പോൾ തുടങ്ങിയൊരു കടയാണ്. അത് അവർ ആ ഒരു സീസൺ കഴിയുമ്പോൾ നിർത്തുമെന്ന് പറയുന്നുണ്ട്. ലൊക്കേഷൻ വേണ്ടവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ കമൻറ്റ് ബോക്സിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ബാഗും കാര്യങ്ങളും. ഓൾമോസ്റ്റ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയുടെ സാധനങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ജോക്കുട്ടൻ ചേട്ടായി, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്രയും സാധനങ്ങൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് വാങ്ങുമ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിന് എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് ഓർത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ നോക്കി ഇടിക്കുക, അവന് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാവയ്ക്ക് അവന് തോന്നാനായിട്ടില്ല എന്നാൽ പോലും നമ്മൾ നമ്മുടെ ഡാവിക്കുട്ടനെ എടുത്തു കേട്ടോ. അവന് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് 3 സെറ്റാണ്. ഇത് മമ്മാസിന്ന് എടുത്താണ്. ഒരു 80 രൂപ റേഞ്ചൊക്കെയാണ് കേട്ടോ ഈ ഒരു സെറ്റിന് വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. വീട്ടിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സ്ലീവ്ലെസ്സും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് നിക്കറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, എനിക്കിങ്ങനെ ഭയങ്കര വൈബ്രൻ്റായിട്ട് കളർഫുള്ളായിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഡാഡി പറഞ്ഞു ഇങ്ങനെ ലൈറ്റ് കളേഴ്സ് എടുക്കുമ്പോൾ പെട്ടെന്ന് അഴുക്കാം, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 3 പേരും കൂടി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ജോക്കുട്ടൻ ചേട്ടായിക്ക് ഡാവിക്കുട്ടന് വിഷമമാകും ജോക്കുട്ടൻ ചേട്ടായിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഡാവിക്കുട്ടന് ഇതേണൊക്കെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ക്യൂട്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ നമുക്ക് വെള്ളവും പാലൊക്കെ കൊടുക്കാം, പക്ഷേ ഞാനിതിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഇത് നമ്മുടെ ഇതേപോലെ സിപ്പർ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എന്നാലും ഇവന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യൂട്ടായിട്ട് നല്ല ഭംഗി തോന്നി കേട്ടോ എനിക്കത്. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു നമ്മുടെ ഡാവിക്കുട്ടനായിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സാധനങ്ങൾ. അതേപോലെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഡാഡി ഇവിടുന്ന് പറയും കേട്ടോ, എന്തെങ്കിലും ഉണ്ടാക്കി എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ മാത്രം പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ എന്ന്. പക്ഷെ നമ്മളിങ്ങനെ ഒന്നും പ്ലാൻഡ് അല്ലാണ്ട് പോയി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാങ്ങിച്ചിട്ട് വരിക എന്നാണെങ്കിൽ അല്ലറ ചില്ലറ അൽക്കുലത്തെ സാധനങ്ങളും കൂടി പോരുമെന്ന് പറയുന്ന പോലെ ഷോപ്പിങ്ങിന് നമ്മളെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പെറുക്കി എടുക്കുമല്ലോ. അവിടുന്ന് കണ്ടതാണ് കേട്ടോ എനിക്കും ഡാഡിക്കും വേണ്ടിയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ. ഇത് ബാക്ക് ടു സ്കൂളിൻ്റെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ എന്തൊക്കെ ഷോപ്പ് ചെയ്തു എന്നുള്ളതിൽ കൂട്ടത്തിൽ കാണിക്കുന്നതാണേ. അപ്പോൾ ഞാൻ ഡാഡിക്കും എനിക്കും വേണ്ടി ഒരു 2 പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. അതൊരു 140 ആണ് റേഞ്ച് വരുന്നത്. പിന്നെ ഇത് അവനെന്തൊരു വെനസ്ഡേ യൂണിഫോമിന് അങ്ങനെ എന്തോ സോക്സോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇത് എപ്പോൾ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ കൂട്ടത്തിൽ ഇരുന്ന കാരണം ഞാൻ കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഇത് ലൈറ്ററാണ് കേട്ടോ. ഇത് എനിക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ, എന്തായാലും നമ്മൾ ഷോപ്പ് ചെയ്യല്ലേ, കണ്ടപ്പോൾ എടുത്തതാണ്. ലൈറ്റർ ഒരെണ്ണം ഉണ്ടായിരുന്നു, ആവശ്യകതയായിരുന്നു, അതെടുത്തു. പിന്നെ അതേപോലെ തന്നെ ഒരു ഡയറി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ആ ഡയറി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഡയറി എഴുതുന്ന ശീലമില്ല എന്നാണ് ഞാൻ വീഡിയോക്കകത്ത് പറയുന്നത്, അതേപോലെ ഡാഡിക്കും ഇല്ല. ഇത് ഡാഡിക്ക് എന്തോ ഓഫീസിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണേ. ഇതൊരു 300 അങ്ങനെ എന്തോ ആണ് റേഞ്ച് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ കവറെല്ലാം വാരി ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ പെൻസിൽ, ഇത് നമ്മൾ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടി സിസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും ഇനി ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് പൊതിയുന്ന പണിയാണ് നമുക്കുള്ളത്. പിന്നെ ഇവന് കട്ടറോ സ്കെയിലോ പെൻസിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, കാരണം ഓൾറെഡി അപ്പം നമ്മുടെ ബാക്ക് ടു സ്കൂളിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇനി പെൻസിലും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം അത് നമ്മുടെ ജിത്തോങ്കയും ഇവന് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ജിത്തോങ്ക കൊണ്ടുവന്ന സെറ്റായിരുന്നു കേട്ടോ. ഇത് ഇവനിങ്ങനെ കളിക്കാനൊക്കെ ഓരോന്നൊക്കെ എടുത്ത് പോകും കേട്ടോ. ഇത് നിറച്ചുണ്ടായിരുന്നു, ആ ബോക്സ് നിറച്ച്
പെൻസിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഷാർപ്പറും റേസറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ ഓരോന്നൊക്കെ എടുത്ത് ഞാൻ കാണാതെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെച്ച്, കാരണം പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ നേരത്തെ സ്കൂളിൽ നമ്മൾ ഓൾറെഡി പെയ്ഡ് ആയതുകൊണ്ടിട്ട് അവിടുന്ന് തന്നെ അവർക്ക് ഇഷ്യൂ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇപ്പോഴത്തെ സ്കൂളിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള തിങ്സിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇതൊക്കെ കുഞ്ഞിലെ എന്തോ ഗിഫ്റ്റൊക്കെ കിട്ടിയതാണ്. അവൻ്റെ ആൻറ്റിയും പിന്നെ വേറെ ആരൊക്കെയോ അവന് സ്കൂളിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്, എന്തോ പ്രൈസിനൊക്കെ കിട്ടിയതാണ്. ഇതൊക്കെ അവൻ്റെ അങ്കിളും ആൻറ്റിയും ആരോ കൊടുത്താണ്. ഞാൻ കുഞ്ഞിലെ ബേബി ആയിരുന്നപ്പോൾ കൊടുത്താണ്, പ്രീ നഴ്സറിയൊക്കെ ആയപ്പോൾ കൊടുത്താണ്. അവനിങ്ങനെ വലിച്ച് കീറി എടുക്കാനൊക്കെ നോക്കി കേട്ടോ അത്. പക്ഷെ അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നേച്ചാണ് ഇപ്പോഴത്തേക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് എന്തോ കിട്ടിയ സ്കെയിലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തിങ്സാണ് ഗിഫ്റ്റ് കിട്ടിയ സാധനം. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് കാരണം ഇത് മനസ്സിലുള്ളത് കൊണ്ടിട്ട്. എന്നിട്ട് ഞാൻ പെൻസിലും റേസറും ഒക്കെ നല്ല ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ ഓടിപ്പെറുക്കി എടുക്കാൻ പോയി. പക്ഷെ ഡാഡി പറഞ്ഞു ഇത്രയും സാധനങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് നീ പിന്നെയും എടുക്കാൻ പോകുന്നൊന്നും ചോദിച്ചു കേട്ടോ. പക്ഷെ എടുക്കാമായിരുന്നു, നന്നായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ബാക്ക് ടു സ്കൂളിലെ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുക എന്നാണെങ്കിൽ, എന്തെങ്കിലും വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെന്നാണെങ്കിൽ, എൻ്റെ ഒരു ഓർമ്മയിലില്ല, എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെ പോലെയുള്ള പാരൻസും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയെന്നാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ടാറ്റാ ബൈ ബൈ, താങ്ക് യു.